എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ പരിപാടി എന്ന് പറയുന്നതിന് മുന്നേ ഞാനിപ്പോൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇതാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോട്, വെള്ളച്ചാട്ടം, ചെയറും ടേബിളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് അമ്മു ഇവിടെയുണ്ട്. അമ്മു നാളെ പോവും. അപ്പോൾ അവൾക്ക് വീണ്ടും നമ്മളെന്താണ് വയ്ക്കാൻ പോകുന്നത്? കപ്പ ബിരിയാണി വിട്ടൊരു കളിയല്ലേ ഇപ്പോൾ. അത് കപ്പ ബിരിയാണി അവളില്ലായിരുന്നല്ലോ അന്ന് ഉണ്ടാക്കിയപ്പോഴൊന്നും. നമ്മളിവിടെ 2 തവണ വെച്ച് 2 തവണ അവളില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അവളുള്ളത് കൊണ്ടും അവൾക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും നമ്മൾ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കും. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കമൻറ്റ് ഇടുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവിനെ പറ്റി ചിന്തിക്കാം. ലൈവിൽ വരണം എന്ന് ഒന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ലൈവ് ഒക്കെ ഇട്ടാൽ ഇടയ്ക്ക് ലൈവൊക്കെ ഇട്ടിരിക്കാം. ആരടി കള്ളിയത്? കണ്ണൻ്റെ കാല് അവന് നടക്കാൻ വയ്യാത്തത്രയും നീരായി. കുളവി കുത്തിയിട്ട്, കുളവിയാണോ കടന്നലാണോ എന്ന് അറിയത്തില്ല. കുത്തിയ സാധനത്തിൽ അവൻ അടിച്ച് ചമ്മന്തി ആക്കിയിട്ടുണ്ട്. നേരിടി കൊന്ന്. നമ്മളിന്നിരിക്കുന്ന മേളിൽ ടെറസിൽ ടാർപ്പ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടാർപ്പയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നനയാതെ ഇരിക്കാമെന്ന് കരുതാം. വലിയ കാറ്റുമെല്ലാം അടിച്ചേക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. പിന്നെന്താ, റംബൂട്ടാൻ്റെ ഇലയെല്ലാം മറ്റേ കിളി വന്നു കൊത്തി പെറുക്കി അവസാനം നമ്മൾ ആ സൈഡിൽ അത് കൂട്ടി വെച്ചു. അവിടെ പരിപ്പുറത്ത് തന്നെ കൂട്ടി വെച്ചിരിക്കുക. നാളെ വാരിക്കളയണം പകല്. ഭയങ്കര ക്ഷീണമായിരിക്കുന്നു. പക്ഷേ എന്തോ ചെയ്യാൻ, കിടന്ന ഉറക്കവും വരത്തില്ല. അതാണ് ഇപ്പോഴത്തെ പുതിയ പരിപാടി. പിന്നെ നമ്മൾ പട്ടിക്കുഞ്ഞിനെ കൊണ്ട് നമ്മൾ മറൈൻ അക്വേറിയം എന്നും പറഞ്ഞിട്ടുള്ളൊരു പെറ്റ് ഷോപ്പിൽ കൊണ്ട് വിട്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആർക്കെങ്കിലും വേണ്ടവർക്ക് പോയി എടുക്കാൻ. അത് അത്രയും തീർന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ളതിനെ കൂടെ നമ്മളിന്ന് കൊണ്ടുപോകും. അപ്പോൾ പത്തനംതിട്ട മറൈൻ അക്വേറിയം എന്ന് പറയുന്ന ആ പെറ്റ് ഷോപ്പിൽ ചെന്നിട്ട് പട്ടിക്കുഞ്ഞിനെ വേണം, നാടൻ പട്ടിക്കുഞ്ഞിനെ വേണം, ഇതിൻ്റെ പോലെ ചാനൽ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അവർ പട്ടിക്കുഞ്ഞിനെ തരും. കുറച്ചും കൂടെ ഉള്ളിനി, ബാക്കിയെല്ലാം പോയി. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പോവോ ഇനി അവിടെ കിടന്നു പോവോ എന്നുള്ളത്. പക്ഷേ ഇല്ല. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടേ ഈ മഴ ഇങ്ങനെ മഴയും ഈ വെള്ളച്ചാട്ടം ഭയങ്കര സന്തോഷം. അതിലേറെ സന്തോഷം എന്താണെന്നറിയോ, നമുക്ക് ചുറ്റും നമ്മുടെ വീട്ടുകാരുള്ളതാണ്. കാരണം അന്ന് തന്നെ എനിക്ക് ഫിക്സ് വന്നപ്പോഴത്തേക്ക് എഴുതി പഠിച്ചുകൊണ്ടിരുന്ന അണ്ണാണിക്ക് പെട്ടെന്ന് തോന്നി എന്നെ ഒന്ന് കാണണം, ഇനി അവൾ എന്ത് ചെയ്യുന്നൊന്ന് അറിയണമെന്നും പറഞ്ഞുകൊണ്ട്. അതിന് കുറച്ച് മുന്നേ ഞാനൊന്നാണെങ്കിൽ കണ്ടതാ, കാണാതിരുന്നൊന്നുമല്ല. പഠിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് ബുക്കും അടച്ചു വെച്ചിട്ട് കയറി വന്നതാണ്. അപ്പം നമ്മുടെ കൂടെ വീട്ടുകാരുള്ളതും കുഞ്ഞാവ ഇത്ര സപ്പോർട്ടീവായിട്ട് സ്നേഹത്തോടെ നിൽക്കുന്നതും ഒക്കെ കൊണ്ട് ഞാൻ എത്ര റിലാക്സ്ഡ് ആണെന്നറിയാമോ. എനിക്ക് മറ്റു ടെൻഷനുകളോ പേടിയില്ല ജീവിതത്തിൽ. ഇപ്പം ആരെയും പേടിക്കേണ്ട ഒരവസ്ഥയില്ല. അതൊരു വലിയൊരു സന്തോഷം. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ കുഞ്ഞാവയുടെ വീട്ടുകാർക്ക് ആഗ്രഹമില്ലേ കുഞ്ഞാവയെ കാണണം എന്നുള്ളതൊക്കെ. അവരാഗ്രഹമുള്ളപ്പോഴും കാണേണ്ടപ്പോഴും അവർ പോയി കാണും, അവർ തമ്മിൽ കാണും, ഞാനും പോയി കാണും. പിന്നെ ഈ ദൂരത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ എന്നും വിളിച്ച് സംസാരിക്കും എന്നല്ലാണ്ട്. ഇനി പോകുമ്പോൾ കുറേ ദിവസം അവിടെ നിൽക്കും. അങ്ങനെയാണല്ലോ, അവിടെ പോയി കഴിയുമ്പോൾ അവിടെ കുറേ ദിവസം നിൽക്കും. സാധനങ്ങളായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. സിലിണ്ടർ, ഉരുളി, ചരിവ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുഞ്ഞാവയുടെ വീട്ടിൽ പോകുന്ന കാര്യം. അവിടെയും പോകുന്നുണ്ട്. ഇപ്പം ഞാൻ 19-ാം തീയതി മലേഷ്യക്ക് പോയിട്ട് വന്ന ഉടനെ ഞാൻ പോകുന്ന ഉടനെ കുഞ്ഞാവ് പോവും വയനാട്. ഞാൻ തിരിച്ചു വന്ന ഉടനെ ഞാനൊന്നുകൂടെ പോകും. എന്നിട്ട് ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മയും ചാച്ചനെയും എല്ലാവരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഉഷയമ്മേനെ എല്ലാവരെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതാണ് പ്ലാൻ. പിന്നെ എന്നോട് വണ്ണം കുറയ്ക്കാൻ പറയുന്നവരോട് അത് കുറയേണ്ട സമയമാകുമ്പോൾ കുറഞ്ഞോളൂ. ഞാനായിട്ട് മനഃപൂർവ്വം വണ്ണം വെപ്പിക്കുന്നതുമല്ല, വണ്ണം കുറപ്പിക്കുന്നതുമല്ല. എങ്ങനെയാണോ അങ്ങനെ പോകുന്നു. പക്ഷേ ഞാൻ വർക്കൗട്ട് ചെയ്യണം. ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല. സാങ്കേതിക കാരണമല്ല, ശാരീരിക കാരണങ്ങളാൽ അത് പറ്റുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ പരമാവധി നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട്, വീഡിയോസ് കാണുന്നതുകൊണ്ട്, ഒരു കണ്ടൻറ്റും ഇല്ലാണ്ട് ഇവിടെ അവിടെ ഇങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഒരു അറൗണ്ട് ഒരു 40K മുതൽ 50K വരെ വ്യൂ വരുന്നുണ്ട്.
അതിൽ അതിയായ സന്തോഷം. കാരണം എനിക്ക് വേറൊരു ജോലിക്ക് ആവതില്ല ഇപ്പം നിലവിൽ. ഇപ്പം സ്കൂളിൽ നിന്ന് വല്ലതും വിളി വന്നാലോ പോകാനോ പോയി എത്ര നേരം നിന്ന് പഠിപ്പിക്കാനോ ഒന്നും എനിക്കിപ്പോൾ പറ്റില്ല, ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ലൈവിൻ്റെ കാര്യമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയുന്നിട്ട് നമുക്ക് ലൈവിൽ പോവാം. ആരാ വരുന്നത് നോക്കൂ. അസ്പരാഗസ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ പിന്നെ ഓർത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഉണ്ടാക്കിയ വർത്താനം പറയുന്നൊന്നും കേൾക്കത്തില്ല. മാത്രമല്ല വല്ല കുത്തൊഴുക്കും വന്നാൽ ഞങ്ങൾക്ക് മൊത്തത്തിൽ ആ മുയിലായിട്ട് വന്നിട്ട് പുറത്തെ ചേച്ചി മടക്കുമായിരുന്നു. ഈ മഴയിലെടുത്ത് വെച്ചു കൊതുക ഇത് താഴോട്ട് പോകുമ്പോൾ കൊണ്ടുപോകണം. ഇവിടെ ഇരുന്ന പാത്രങ്ങൾ താഴെ കൊണ്ടുവരണല്ലോ. നീ ഞാനിപ്പോൾ താഴെ പോകണോ? ഇല്ലല്ലോ. ബുദ്ധൻ ഇടയ്ക്കിടയ്ക്ക് മെഴുകുതിരിയിലെ ഒരു ആവാഹനമുണ്ട്. മെമ്മറി ഐറ്റംസ് ഒക്കെ പോകുന്നു. ഇനി താഴെ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ 5 ഐറ്റം താഴെ എത്തിക്കണം. അമ്മുവിൻ്റെ കൈ നിൽക്കും. ഞാനൊക്കെ വീഴുമ്പോൾ എടുത്ത് പൊക്കുന്ന അമ്മു എന്നൊക്കെ നിസ്സാരം. ഇതുവരെ അവനെ കുളവിയല്ലേ കുത്തിയുള്ളൂ. ഇനി അവനെ കൊതുകൂടെ കടിക്കട്ടെ. നമുക്ക് കൊതുകിനെ വെച്ച് കടിപ്പിക്കാം. ചെറിയൊരു ചുമന്ന തല പൊങ്ങി വന്നതല്ലേ, പാവത്തിന് കാല് വയ്യ കേട്ടോ. സ്പൈഡർമാൻ വരുന്ന പോലെ വരുവാ. എങ്ങോട്ട് വാ വേലായുധന്റെ മടലവിടെ. അമ്മു തോളെ ചവിട്ടി കേട്ടടി, തള്ളി കേട്ടി പൊക്കി എടുത്തിട്ട് വാ. ചില വയനാടൻ കാഴ്ചകൾ കണ്ട കുളവിയെ അങ്ങോട്ട് പോയി കുത്തി. ആരെ ഈ കിട്ടിയതൊന്നും പോരെ നിനക്ക്. ഇനി കുളവിയുടെ ബന്ധുക്കൾ അന്വേഷിച്ചു ചാരികസേരയിലിരുന്നോ? എടാ കാലൊന്ന് കാണിച്ചേടാ. നമ്മള് ഇങ്ങനെ പറഞ്ഞു. പിന്നെ കാണിച്ച് ഞാനെവിടെ ഫോക്കസ് ചെയ്യുന്നത്? നിന്റെ കാലം എവിടെ? ഏതാ കണ്ട? ഇതെല്ലാം നീരാ, ചക്കപ്പഴം പോലെ ഉണ്ട്. സോറി. ഇതാരാ ഇത്? മൂക്കില്ല രാജ്യത്ത് ഇവൻ 2 കളിപ്പാട്ടം കൊണ്ട് ചുമ്പൂൻ്റെ അടുത്ത് പോയി. പറഞ്ഞു ചെയ്തപ്പോൾ കരകാട്ട് വരുന്നത്. ചുമ്പ എനിക്ക് കളിപ്പാട്ടം തരുന്നില്ല. അജയ് മാമ വെച്ച് കാണും. പുള്ളി ഇവിടെ തന്നതാ. 2 കൂടെ അടിയായി അവസാനം. അവനെടുത്ത് ഇവനും കൊടുത്തില്ല. ഇന്ന് ആരാ ഇത്? എടാ 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 ചെളിച്ചെറുക്ക. ഇവിടെ കസേര റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുന്നു. സെറ്റിംഗ് ആൻഡ് ഫിറ്റിംഗ്. ആ കാലവിടെ വെക്കുന്നു. ഇനി കാലയിൽ ഉടുപ്പിടിക്കുന്നു. അന്നാണ് ഇന്ത്യയിൽ അതിന് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിക്കണം. വാറ്റി തൂക്കി എടുത്തിട്ടോ. നിങ്ങളെല്ലാം ചുമപ്പും ഗ്രേയും ഗ്രേയും ചുവപ്പൊക്കെ ഇട്ടത്. നീയും അതെ ചുമന്ന പാൻറ്. നമ്മളെല്ലാം ടീമിലുണ്ട്. ഗ്യാസ് കണക്ട് ചെയ്തോ? കട്ടക്കാത്ത പിടിക്കാൻ. എടാ നിന്നെ പണി കഴിക്കാൻ പറ്റാത്തൊരു ഒരു വിഷമം എനിക്കുണ്ട് എൻ്റെ ഉള്ളില്. ചേച്ചിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന കാര്യമാണോ നീ പറഞ്ഞത്? എന്നെ മാനസികമായി എനിക്ക് വിഷമം. തൊട്ടില് അമ്മയും മോനോട് പഞ്ചസാര കേട്ടതിന് എന്റെ ചാർലി ചാപ്ലിന്റെ മീശ. എന്റെ ചാർലി ചാപ്ലിന് ഇവന്റെ ചുണ്ട് മറ്റേ അതിഥി റാവുന്റെ കൂട്ടായി. ആ കൈ എങ്ങട് അവള് ചിരിക്കാൻ മൂക്കിന്റെ ഇവിടെ ചുളുകിട്ട് ചുണ്ടി 110 kg ട്ടോ.
ചപ്പാത്തിന്റെ മാവ് മൊത്തം നിരത്തിട്ട് അവന് ഉരുട്ടിയെടുത്ത് വൈറ്റമിൻ ഡി സി ബി അത് ഗെയിം ഓഫ് ത്രോൺസിലെ ഇത്ര നേരത്തെ പഞ്ചാര തുടക്കട്ടെ മോതക്കത്തെ അത് വേണ്ട. അവസാനം റംബുട്ടാന്റെ കൂടെ നീ താഴെ പോകും. നിന്റെ അപ്പന്റെ കണ്ണു പൊട്ടിച്ചിട്ടില്ല, പിന്നല്ലേ നീ ഒരെണ്ണം പറിച്ചിരുന്നത് റംബൂട്ടാൻ. ഏതാ ഐറ്റം നോക്കോ? ക്രോക്സ് നൈറ്റി. മൾട്ടിവേഴ്സ് ആണോ? നന്നായി. എടാ അവന്റെ കാലെങ്ങാനും തട്ടി നിന്റെ ഉള്ള കാല് ഇപ്പൊ ചക്കപ്പഴം പോലിരിക്കുന്ന കാലിന് വേറെ വല്ലോ ആവും. നല്ല വരിക്കച്ചൊക്കെ പഴുക്കുമ്പോ ഞെക്കത്തില്ല, അതേ പരുവത്തിലിരിക്കുക. ചേച്ചി തിരിച്ചു പിടിച്ചൊരു ചെക്ക് വരും കേട്ടോ. ആ കൊളവിയുടെ കുടുംബക്കാരൊക്കെ തിരക്കിയിരിപ്പുണ്ട്. ഇനി അവന് ഇടുക്കി പോകാൻ പറ്റത്തില്ല. ഇടുക്കിക്കല്ല, ഇടുക്കിയിലല്ല, നമ്മുടെ പ്ലാപ്പള്ളി കഴിഞ്ഞിരിക്കോട്ട് വരുന്ന വഴിക്കാ. നിന്നെയും കാത്തിരിപ്പുണ്ട് ബാക്കി ടീംസ് കൊത്തിയെടുത്ത് പറക്കും. ആ കൊള്ളാം, നല്ലതാ മോനെ. കേറി വരുന്ന വഴിക്ക് തന്നെ. മലേഷ്യ മലേഷ്യ. കിടു ഇങ്ങോട്ട് വന്നേ, കിടു ഇവിടെ വന്നേ. ഏട്ടാ ദേണ്ട മലയാളം പോകുന്നുണ്ട്, കൂടെ പോ. ഓടണ്ട, നടന്നാ മതി. ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട്. അതടച്ചിട്ട് പോടാ. ചേച്ചി വാട്ടിസിൻ ബാഗ് ചെയ്തല്ലോ. ചേച്ചിയുടെ എന്റെ ബാഗിലൊന്നുമില്ല, വെറുതെ നോക്കിട്ട് കാര്യമൊന്നുമില്ല. ഏതാ കോക്കോടെ ജീവിതം. ഓക്കെ, കണ്ണാപ്പി ഓൺ ഫയർ. കുഞ്ഞാവ കപ്പ കഴുകി എല്ലാം റെഡിയാക്കുന്നുണ്ട്. പാവ എന്റെ ചെറുക്കൻ. ഏത് ബിസ്ക്കറ്റാ കിടു? ഏത് ബിസ്ക്കറ്റാ കഴിക്കുന്നേ? പാർലേജി, പാർലേജി, പാർലേജി. എടാ പാർലേജി, പാർലേജി ബിസ്ക്കറ്റ്. എടാ പാർലേജി എന്ന് പറയടാ. പാർജേലിയോ? ശരിക്കും ഏതാ? എടാ പാർലേജി എന്ന് പറ. എടാ പാർലേജി ബിസ്ക്കറ്റ്, പാർലേജി ബിസ്ക്കറ്റ്, പാർലേജി, പാർലേജി. എടാ പാർലേജി, പാർലേ. പാർലേജി എന്ന് പറയുന്നവർക്ക് ഒരു സൂത്രമുണ്ട്. എന്നാ പറ പാർലേജി എന്ന് പറ. അല്ലടാ പാർജലി. ചുമ്മാതാടാ. തുറസായ സ്ഥലമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലെന്ന് കരുതാം. എടാ നിങ്ങളെന്താ അവിടെ എൻ്റെ കുഞ്ഞാവനെ സഹായിക്കാത്ത അച്ഛ? നീയോ? ഞാൻ പറയുന്ന കൂടെ പറയൂ.
ലേ ജി ഒന്നും പറഞ്ഞേ പാർലേജി പാർലേജി പാർലേ പാർലേ ജി പറഞ്ഞേ ആ കാർത്തേനിയമ്മ കണ്ടിക്കരയിലോട്ട് നടന്നു. പാർലേജി പാർലേജി അവന് കമ്മനം തെറ്റുവാ. ഇതില് ഒറിജിനൽ ഏതാടാ? പാർലേജി ഇനി അപ്പ എടുത്തോന്നെ, അപ്പ ചോദിക്കട്ടെ. വേണ്ടേ ചേവനും മാറ്റി കള്ളത്തരം പറയല്ലടാ, നിനക്ക് പറയാൻ അറിയത്തില്ലടാ. ലോകത്തെ വലിയ വലിയ വാക്ക് പാർലേജി. നമ്മുടെ സംസ്ഥാനം എടാ നമ്മുടെ സംസ്ഥാനം ഏതാടാ? ഇന്ത്യ. അത് രാജ്യമല്ലേ? സംസ്ഥാനം ഏതാ? കേരളം. നമ്മുടെ ജില്ല ഏതാ? പത്തനംതിട്ട. നമ്മുടെ സ്ഥലം ഏതാ? സീതത്തോട്. നമ്മുടെ ബിസ്ക്കറ്റ് ഏതാ? പാർദലി. എടാ പാർലേജി. നമ്മുടെ രാജ്യം ഏതാ മോനെ? നമ്മുടെ രാജ്യം ഏതാ? അപ്പ എങ്ങോട്ടാ പോകുന്നത് അടുത്ത ദിവസം? കുഞ്ഞെ നീ വലിച്ചു കഴിഞ്ഞാ അടുപ്പിനകത്ത് കിടക്കും കുഞ്ഞെ. കുഞ്ഞാ ഒരു കൊട്ടേഷൻ ഉണ്ട്. രാവിലെ മീശ എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുക. അപ്പ ചേച്ചിയും കൂടെ മലേഷ്യക്ക് പോവാ. നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് ഉണ്ടോടാ? അതിന് പാസ്പോർട്ട് എന്തിയേ? കഴിഞ്ഞ ദിവസം പറഞ്ഞ പറ അച്ഛൻ എന്റെ പാസ്പോർട്ട് ഇങ്ങ് എടുത്ത് തന്നേ, ഞാനും പോട്ടെ. എടാ നിന്റെ അച്ഛൻ എന്താടാ പോയത്? പാസ്വേഡ് അല്ല മോനെ, പാസ്പോർട്ടാ. അവനോർത്ത് അടിച്ചു കൊടുക്കുന്ന എന്തോ പാസ്വേഡാന്ന് ഫ്ലൈറ്റ് കയറാൻ. ചായ കപ്പയ്ക്ക് വെള്ളം. അപ്പോൾ എൻ്റെ കുഞ്ഞാവ അവിടെ ഉള്ളി പൊളിക്കുന്നു. എൻ്റെ കിടുവാവ് ഇവിടെ കുരുത്തക്കേട് കാണിക്കുന്നു. അച്ചുവാണെങ്കിൽ പത്രം വായിക്കുന്നു. എന്നത്തെയോ പത്രം കളയാനെടുത്തതായതുകൊണ്ട് മരണവാർത്ത കണ്ടങ്ങനെ സ്റ്റക്കായിപ്പോയി. അമ്മു താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ അമ്മു? സേ സംതിങ്. അത് കഴിഞ്ഞ് ഇനി അടുത്ത് പക്ഷേ എവനെന്താ ഈ മരണക്കോളം മാത്രം വായിക്കുന്നത്? മരണക്കോളം ഇനി അടുത്തത് ഇനി അത് കേക്കല്ലേ. നല്ല മോനാണോ? ആദ്യമായിട്ട് വേണത് ഇങ്ങനെ വെച്ചിട്ട് കിരീടോ? ഓ ഇത് കപ്പലാ. ഇങ്ങനെ പോകുന്നുണ്ടല്ലേ? ഇനി വേറെ എന്താ അറിയാം? അതെങ്ങനാ? അത് മറ്റേ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ അല്ലേടാ? അല്ലേ? ബൈനോക്കുലർ അല്ലേ? എടാ ബൈനോക്കുലർ ഇങ്ങനാടാ? അത് ശരിയാണല്ലോ, ബൈനോക്കുലർ ഇങ്ങനെ. നാളെ അപ്പൊ കിടുവിനൊരു സൂത്രം ഉണ്ടാക്കി തരും. കണ്ണാടി, ഓല വെച്ചിട്ട് കണ്ണാടി, ബോള്, വാച്ച്, മോതിരം, ഓലക്കാരി നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കി. വട്ടയില പേഴ്സും. ആ എലപ്പേഴ്സിന്റെ വട്ടയില പേഴ്സ് ഓർമ്മയില്ല? മറ്റേ വട്ടയിലയുടെ ഇല ഇങ്ങനെ കപ്പത്തണ്ടും കൊണ്ട് മാല ഉണ്ടാക്കി തരാം. കപ്പത്തണ്ടും കൊണ്ട് മാല ഉണ്ടാക്കി തരാം. കിരീടം നിനക്ക് തരാം. പ്രാവലയുടെ മച്ചിക്കൻ കൊണ്ട് കുണുക്കുണ്ടാക്കി തരാം. നിനക്ക് തരാം. നീ രാജി. ഞാനൊന്ന് സംസാരിച്ചാലോ മണിയമ്മ? വെളുപ്പിന് 4:30 വണ്ടിക്ക് അവിടെ കയറും. മണിയമ്മയോട് പറയട്ടെ ഞാൻ. മണിയമ്മയോട് ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. മണിയമ്മ വിളിച്ച് മുമ്പത്തെ കരച്ചിലും പിടിച്ചിലും കഴിഞ്ഞിട്ടിരിക്കുക. റോക്കറ്റ് വിടാനാ? അവൻ ആലോചിക്കും അടുത്ത് എന്ത് ചെയ്യണം. സ്വന്തം താടിക്കിട്ട് തട്ടോ അതല്ലേ? എടാ മൂക്കിന് തിരിച്ച് തട്ടിട്ടുണ്ടെങ്കിൽ നോവും. അനിയനായി പോയി, അതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ കുഞ്ഞെ? നീ ആദ്യം കാപ്പി തന്നേ. ആ വെള്ളം അങ്ങോട്ട് അല്ല ആദ്യം കപ്പിക്കണ്ട. ഇങ്ങോട്ട് ചെത്തിക്കരുത്. കാപ്പി താടാ. കാപ്പി തിരക്കട്ടെ.
എത്ര നേരം എന്തോ തിളക്കില്ല ഇത്. എന്നെ നീ കസേരയും കൊണ്ട് പോകുന്ന കാപ്പിക്ക് കൂട്ടിരിക്കാനല്ല പറഞ്ഞേ. ഇത് അടുത്ത കോള് വരുന്നുണ്ട്. കേളപ്പാട്ട ഒരു കോള് വരുന്നുണ്ട്. ഇപ്പം മൂക്കേ പോയിട്ടുള്ളൂ. അറിയാപ്പം അപ്പടെ സുന്ദരനാരാ? അപ്പടെ സുന്ദരനാരാ? ആരാ അപ്പടെ? അപ്പൊ ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ണന്റെ കാലം നോക്കിയപ്പോ ഇതിന്ന് ലൈറ്റ് കത്തും. ആരുടെ തലേന്ന്? തലേന്നല്ല, അവിടുന്ന് ഒരു ലൈറ്റ്. അതിനിതിന്റെ റിഫ്ലക്ഷൻ ഇല്ലേ? റിഫ്ലക്ഷൻ പിടിച്ചോണ്ടിരിക്കാണ് കുട്ടി. ആ കണ്ടു കുഞ്ഞാവ അവിടെ നിന്ന് കുനിഞ്ഞു നിന്ന് മറ്റേ ഇത് ഊറ്റിയില്ലേ, കപ്പ ഊറ്റിയപ്പോ എനിക്ക് മറ്റേ സീൻ ഓർമ്മ വന്ന. കല്യാണരാമന് ഒരു ചേച്ചി ഇരുന്നുണ്ട് പാത്രം കഴുകൂലേ. അതന്നെ അല്ല, തേങ്ങ പൊട്ടിച്ചപ്പോ ഒരു പീസ് വെള്ളത്തിൽ പോയതാന്ന്. നീ എന്താ മാമനെ സഹായിക്കാത്തെ? എങ്ങനെ കാണിക്കുമല്ലേന്ന്? മുളകാ സൂക്ഷിച്ചോ, മുറിവ്. അയ്യോ കണ്ടു. ഞാൻ പാടുന്നത് നോക്കട്ടെ. അമ്പിളിത്തോണി കളിത്തോടി പാടാ ആദ്യം. അമ്പിളിത്തോണി കളിത്തോണി ആളില്ല തോണി കളിത്തോണി ഇതില്ല തോണി കളിത്തോണി മലത്തോണി കളിത്തോണി. കയ്യെടുക്കണം ആച്ചു. സമ്മുവാന്റെ കിട്ടിയില്ല. അമ്മൂന്റെ മീൻകറി കഴിഞ്ഞപ്പോ അതായത് അമ്മ മീൻകറി കേട്ടോ. അമ്മൂന്റെ മീൻകറി ഇച്ചിരി ടേസ്റ്റ് കൂടുതല കേട്ടോ. ഈ പിത്തളത്തിട്ടൊക്കെ ചുറ്റി ഒരു കൊച്ചു വിറ്റാത്തി വാക്ക് വിളിക്കുന്ന ദേ ഇവിടെ തൈരിട്ട് ഇളക്കുന്നുണ്ട്. ഇവിടെ തിരിഞ്ഞോ കുഞ്ഞാ? സവാള അരിഞ്ഞോ? താങ്ക് യു. നീ അപ്പയുടെ പൊന്ന്, വേറൊരു പൊന്നാണ് മാമൻ. മാമനും അപ്പയുടെ പൊന്നാണ്. 3 ദിവസം 4 ദിവസമൊക്കെ നടന്നിട്ട് പച്ചമുളക് മാത്രം ഉടക്കേ ഉള്ളൂ. ഓരോരോ ജോണാണ് ഉടക്കുന്നത്. മുളക് മാത്രമേ ഉള്ളൂ. ശരിയില്ല, കുടിക്കണ്ട, ഇട്ടാ മതി. അതേ വള്ള കൈ കണക്കൊന്നും വരാം. അതാണ് പക്കി. എന്റെ വായി വാരി വെച്ച് തന്നിട്ടുണ്ടോ? നീ ഭയങ്കരമായിട്ട് നിന്റെ അമ്മ ഞാൻ വേറെ ഇല്ലയോ? എനിക്കൊരു തേങ്ങ കൊത്തി ഇപ്പൊ വേണ്ട, 4 വയസ്സായിട്ടുള്ളൂ. ആരംഭി രാവിലെ എപ്പോ എണ്ണി കുഞ്ഞാവോ? ഒന്ന് പൊക്കിയ വെള്ളത്തിൽ നിന്ന് മാറ്റി ഒന്ന് കരക്കി വെക്കണം. ഏതാ പുൽത്തണ്ട? രാവിലെ എണ്ണി കാര്യം മൊത്തം നട്ട് നിർത്താല് അവർ മൊത്തം നട്ട് നിർത്തും. അവിടെ എന്തോ പോരാളി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പൊ വെള്ളത്തിൽ കിടക്കുന്ന ഒന്നിപ്പോ കരക്കി മാറ്റി വെക്കുക. ഒന്ന് മഴ തോർന്നാൽ പിന്നെ എടുത്ത് വെള്ളത്തിൽ വെക്കാം. ചാണാനും അത്ര തന്നെ ഇട്ടു, എല്ലാം ഇട്ടു. ചാണകത്തിന് അത്ര ഇട്ട് കഴിഞ്ഞില്ല. ചാണകത്തിന് കുറെ കുറവുണ്ട്. അപ്പോൾ ഇവിടെ അതോടെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കിട്ടുന്നത് ചാണകം വാരി ബക്കറ്റ് വെക്കുക. നമ്മൾ ബൈക്കേൽ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ പോരാളി വരുന്ന ഓരോ ദിവസം കുറച്ച് കിട്ടുന്നുണ്ട്. എന്നാലും ഒരു 80% അവർ ചാണകം ഇട്ടു. അത് അവരിട്ടൊന്നും മറ്റേ മണ്ണിട്ട് മൂടിയിട്ടില്ല. 15 ദിവസം കഴിയും. ഒത്തിരി കിളുത്തു. ഞാനൊന്ന് നോക്കിയാട്ടോ. ഈ വെള്ളത്തിൽ കിടക്കുന്ന തണ്ട അവിടെ കിളിക്കത്തില്ല. അപ്പം ഇന്നത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മഴയാണ്. നാളെ നല്ല മഴയാണ്. നാളത്തെ മഴയും കൂടെ കിടന്നാൽ കുറച്ചേറെ എനിക്കൊരു 100-500 തണ്ടോളം വെള്ളത്തിനടി അതവിടെ കിടന്ന് അഴിയിട്ടു.